ഇന്ന് ഡെർമറ്റോളജി റിലേറ്റഡ് ഇൻഫർമേഷൻ നമുക്ക് ഷെയർ ചെയ്യാൻ എത്തിയിരിക്കുന്നത് അമൃത ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജിസ്റ്റ് കൺസൾട്ടൻറ്റ് ആൻഡ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സൗമ്യ ജഗദീശനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഹായ് ഡോക്ടർ, നമസ്കാരം. നമസ്കാരം. ഈ അടുത്തായിട്ട് ഒട്ടേറെ ജനശ്രദ്ധ ആകർഷിച്ച ഒരു വാർത്തയാണ് നടി മമത മോഹൻദാസിനെ ബാധിച്ച ഒരു രോഗാവസ്ഥയെക്കുറിച്ച്. അതായത് ശരീരത്തിലെ നിറം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? അവരുടെ കേസിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് എക്സാക്ട്ലി അറിയില്ല. അപ്പം അതിനെക്കുറിച്ച് നമുക്കറിയാതെ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒപ്പീനിയൻ പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ഇങ്ങനത്തെ പല അവസ്ഥകളിൽ ഇങ്ങനെ നമുക്ക് കാണാറുണ്ട് രോഗികൾക്ക്. അതായത് ശരീരത്തിൻ്റെ നിറം നഷ്ടപ്പെടുക. അത് വെള്ളപ്പാണ്ട് എന്ന് പറയുന്നത് നമ്മൾ അറിയുന്ന ഒരു അസുഖമുണ്ട്, വിറ്റ്ലിഗോ അല്ലെങ്കിൽ വെള്ളപ്പാണ്ട് എന്ന് പറഞ്ഞിട്ട്. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന്റെ ഭാഗമായിട്ട് വരാം. അതായത് നമ്മുടെ തന്നെ നിറം നൽകുന്ന കോശങ്ങളെ നമ്മുടെ തന്നെ ശരീരത്തിലെ പ്രതിരോധ ശക്തിയിലെ കോശങ്ങൾ നശിപ്പിക്കുക. ഒരു ഓട്ടോ ഇമ്മ്യൂൺ, വീട്ടിലെ പട്ടി വീട്ടുകാരനെ കടിക്കുന്ന പോലെ നമ്മുടെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം ഈ നിറം നൽകുന്ന കോശങ്ങളെ നശിപ്പിക്കുക. ഇതുകൂടാതെ പല അസുഖങ്ങളുടെ ഭാഗമായിട്ട് ഈ വിറ്റ്ലിഗോ വരാം. ചില മരുന്നുകളുടെ ഭാഗമായിട്ട് വരാം. ഇപ്പോൾ ക്യാൻസർ ചികിത്സ ലഭിക്കുന്ന ചില രോഗികൾക്ക് ഇപ്പോൾ ഒരുപാട് പുതിയ തരം ക്യാൻസർ ചികിത്സാ മരുന്നുകളുണ്ട്. ഇമ്മ്യൂണോതെറപ്പി, ടാർഗറ്റഡ് തെറപ്പി എന്നൊക്കെ പറയുന്ന മരുന്നുകളുണ്ട്. അതിൽ ചില ഭാഗങ്ങളെ മാത്രം, ക്യാൻസർ ഉണ്ടാകാൻ കാരണമാകുന്ന ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ ചില ഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് പോലെ ഇങ്ങനെ നിറം പോകാം. പലപ്പോഴും നമ്മളങ്ങനെ കാണാറുണ്ട്. ഇൻഫാക്ട് അങ്ങനെ നിറം പോകുന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് ട്രീറ്റിംഗ് ഓൺകോളജിസ്റ്റുകൾ വിചാരിക്കുന്നത്. ഈ നിറം പോകുന്നത്, വെളുത്ത പാടുകൾ ശരീരത്തിൽ അപ്പിയർ ചെയ്യുന്നത് ഈ മരുന്ന് ഫലിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമായിട്ട് പോലും കാണാം. അപ്പോൾ എപ്പോഴും ആ പെർസ്പെക്റ്റീവാണ്. അപ്പോൾ ചില സമയത്ത് ഈ വെള്ളപ്പാടുകൾ വരുന്നത് ആ ട്രീറ്റ്മെൻറ്റ് ഫലിക്കുന്നു എന്നുള്ളൊരു ഇതിൻ്റെ ഇൻഡിക്കേഷനാണ്. അത് കഴിയുമ്പോൾ യൂഷ്വലി അത് ചിലപ്പോൾ റിസോൾവ് ചെയ്യാം, ഡിപ്പെൻസ്. എന്നാലും ഒരു രോഗവും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളപ്പാടുകൾ വരുന്നത് വെള്ളപ്പാണ്ടിൻ്റെ ലക്ഷണമായിട്ടാണ്, വിറ്റ്ലിഗോ എന്ന് പറയുന്ന അസുഖത്തിൻ്റെ ലക്ഷണമായിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഇതിൽ ഒരുപാട് ടൈപ്പുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ വെള്ളപ്പാടുകൾ വരികയാണെങ്കിൽ അതെന്താണെന്നുള്ളത് നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് അത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വൈറ്റമിൻസോ മിനറൽസോ ഒക്കെ കുറയുമ്പോഴാണോ ഇങ്ങനെ സംഭവിക്കുന്നത്, ഈ ശരീരത്തിലെ പാണ്ട് കാണപ്പെടുന്നത്? വെള്ളപ്പാണ്ട് എന്ന് പറയുന്ന അസുഖം വരുന്നതിന് വൈറ്റമിൻ കുറവായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി പറയാൻ പറ്റില്ല. ആക്ച്വലി അതിന് അങ്ങനെ ഒരു ഫുഡ് റിലേറ്റഡ് ഒരു കാരണം കുറവാണ്. ചിലർ പുളി കഴിക്കാതിരിക്കുക, വിറ്റമിൻ സി അങ്ങനെയൊക്കെ പറയും. അതിന് പോലും ശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാനമില്ല. വെള്ളപ്പാണ്ട് എന്ന് പറയുന്ന രോഗമുള്ള രോഗി, നേരത്തെ പറഞ്ഞല്ലോ, കൂടുതലും ഒരു ഓട്ടോ ഇമ്മ്യൂൺ പ്രവണതയായിട്ടാണ് കാണുന്നത്. അപ്പോൾ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, എല്ലാ വിറ്റമിൻസും മിനറൽ എല്ലാം കൃത്യമായിട്ടുള്ള അനുപാതത്തിൽ, പിന്നെ ഒരുപാട് ഓക്സിഡൻറ്റ് റിച്ച് ഫുഡ് കുറയ്ക്കുക. അതായത് വറുത്തതും പൊരിച്ചതും ജങ്ക് ഫുഡും ഒക്കെ കുറയ്ക്കുക. കുറച്ച് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, അത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ കുട്ടികളുടെ മുഖത്ത് വെളുത്ത പാട് വരുമ്പോൾ യൂഷ്വലി അതൊരു എക്സിമയുടെ ഭാഗമായിട്ട് ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ വെയിലൊക്കെ കൊള്ളുമ്പോൾ വരുന്ന പാടുകളാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അതൊരു വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വൈറ്റമിനുകൾ കൊടുക്കുന്ന പ്രവണതയും കാണുന്നുണ്ട്. അതിനും വലിയൊരു ശാസ്ത്രീയ അടിസ്ഥാനം ഇല്ല. ഓക്കെ ഡോക്ടർ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഡേ ടു ഡേ ലൈഫിൽ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ലിപ്സ്റ്റിക്. ലിപ്സ്റ്റിക്കും അതിന്റെ യൂസേജ് എല്ലാവർക്കും. അപ്പൊ നമ്മൾ ലിപ്സ്റ്റിക് കൂടുതൽ യൂസ് ചെയ്യും തോറും നമ്മുടെ ലിപ്സ് ഡാർക്ക് ആവോ, കളർ നഷ്ടപ്പെടുവോ, കറുത്ത് പോവോ? അത് എല്ലാവർക്കും അങ്ങനെ നഷ്ടപ്പെട്ടുകൊള്ളുന്നില്ല. അവിടെ ഒരു വിഷ്യസ് സൈക്കിൾ ഉണ്ട്. അതായത് ഇപ്പോൾ ലിപ്സ് ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ആൾക്കാർ ദേ വിൽ കണ്ടിന്യൂ യൂസിങ് ലിപ്സ്റ്റിക് അത് മറയ്ക്കാൻ വേണ്ടിയിട്ട്. അത് ചിലപ്പോൾ പ്രോഗ്രസീവായിട്ട് ചിലർക്ക് ഒരു പ്രായം കഴിയുമ്പോൾ ലിപ്പുകൾ, ഈ ചുണ്ട് കറുത്ത് വരുന്ന പ്രവണത കാണാറുണ്ട്. കാരണം പ്രത്യേകിച്ച് നമ്മളുടെയൊക്കെ ഒരു സ്കിൻ ടൈപ്പിൽ കുട്ടിപ്രായത്തിൽ അത്രയും നല്ല നിറമുള്ള ചുവന്ന ചുണ്ടുകളൊന്നും പ്രായമാവും തോറും ഉണ്ടാവണമെന്നില്ല. നാച്ചുറലായിട്ട് തന്നെ അത് കറുത്ത് വരാം. അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. സൺ എക്സ്പോഷർ ഒരു ഫാക്ടറാണ്, ചുണ്ട് ഡ്രൈ ആവുന്നത് ഒരു ഫാക്ടറാണ്, അലർജി വരുന്നത് ഒരു ഫാക്ടറാണ്. ലിപ്സ്റ്റിക്കിൽ ചില കോമ്പണൻസിനോട് അലർജി വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ചില മെറ്റാലിക് കോമ്പണൻസ് ഒക്കെ വരുമ്പോൾ അലർജി വരാം. അതിൻ്റെ ഭാഗമായിട്ട് അലർജി വന്നിട്ട് ചുണ്ട് ഇങ്ങനെ വരണ്ടു പോവുകയും ചുണ്ട് കറുക്കുകയും ചെയ്യാം. അപ്പോൾ വി ഹാവ് ടു ലുക്ക് ഔട്ട് ഫോർ ദാറ്റ്. അപ്പോൾ അങ്ങനത്തെ കറുപ്പ് മാത്രമല്ല, അവിടെ വേറെ സൈൻസും കൂടി ഉണ്ടെങ്കിൽ അലർജി ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഏത് കോമ്പണൻറ്റിനോടാണ് അലർജി എന്നുള്ളത് നമ്മൾ നോക്കണം. എപ്പോഴും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ലിപ്സ്റ്റിക് ഇടാതെ ഒരു മോയ്സ്ചറൈസറോ മറ്റോ ഉപയോഗിച്ചിട്ട് ഇടുന്നതായിരിക്കും ബെറ്റർ. പിന്നെ നല്ല ക്വാളിറ്റി കൂടിയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ആയിരിക്കും, റാദർ ദാൻ ചീപ്പർ വൺസ്.
എപ്പോഴും ബെറ്റർ. അപ്പം ഇങ്ങനെ അലർജി വരാനും കറക്കാനുള്ള സാധ്യതയൊക്കെ നമുക്ക് കുറയ്ക്കാം, കുറവായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ കറക്കുന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ അളവ് കുറയ്ക്കണോ? അതായത് അങ്ങനെ നമുക്ക് ശാസ്ത്രീയമായിട്ട് ക്വാണ്ടിറ്റി കൂടുന്തോറും കറുപ്പ് കൂടുന്നു, ക്വാണ്ടിറ്റി കുറയുമ്പോൾ കറുപ്പ് കുറയും, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ പഠനങ്ങളും ഇല്ല. നമുക്ക് അലർജി ഉണ്ടെങ്കിൽ അതൊരു ഓൾ ഓർ നൺ ഫിനോമിനാണ്. അലർജി ഉണ്ടെങ്കിൽ ഉപയോഗിക്കരുത്. എസ്പെഷ്യലി ആ കോമ്പണന്റ് ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് ടോട്ടലി അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പൊ ഡോക്ടർ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും. ഒന്നും പ്രശ്നമില്ലെങ്കിലും ഫേസിൽ അവിടെ ഇവിടെയൊക്കെ ചിന്നിലും നോസിലൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് പ്രിവെന്റ് ചെയ്യാൻ എന്താ ചെയ്യുക? ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നമ്മൾ കുരുവിന്റെ ഭാഗത്ത്, മുഖക്കുരു ഇല്ലേ, അതിന്റെ തന്നെ ഒരു കോമ്പണന്റ് ആണ്. ഇപ്പൊ ബ്ലാക്ക് ഹെഡ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓപ്പൺ കോമിഡോൺസ് എന്നാണ് ഞങ്ങൾ അതിനെ പറയും. അതായത് നമ്മുടെ ഫേഷ്യൽ സ്കിന്നിൽ നിറച്ചും പോർസ് ഉണ്ട്, ഓപ്പണിങ്സ് ഉണ്ട് അല്ലെ. ഇതെന്ന് പറഞ്ഞാൽ എന്തിന്റെ ഓപ്പണിങ്സ് ആണ്? രോമകൂപത്തിന്റെയും അതിനോട് അനുബന്ധിച്ച് സെബേഷ്യസ് ഗ്രന്ഥികളുണ്ട്, ഇതിന്റെ ഓപ്പണിംഗ് ആണ്. ഇത് വന്ന് ബ്ലോക്ക് ആവുന്നതാണ് നമുക്ക് ഈ ബ്ലാക്ക് ഹെഡ്സ് ആയിട്ട് കാണുന്നത്. അത് ബ്ലോക്ക് ആയിരിക്കുന്നു, പക്ഷെ അത് ഓപ്പൺ ആണ്. അതിനകത്തുള്ള കെരറ്റിൻ എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ഇത് കാണുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം അതിനെയാണ് നമ്മൾ ബ്ലാക്ക് ഹെഡ് എന്ന് കാണുന്നത്. വൈറ്റ് ഹെഡ് മീൻസ് ഇതേ സാധനം തന്നെ, ഇറ്റ് ഈസ് കവേർഡ് ബൈ ഒരു ലെയർ ഓഫ് സ്കിൻ, ഒരു പാളി വന്ന് മൂടിയിരിക്കുന്നു. അപ്പോൾ ദർ ഇസ് സംതിങ് റോങ് ഇൻ ദ നോർമലായിട്ട് നമ്മുടെ രോമകൂപത്തിൽ നിന്നും സിബം പുറത്തേക്ക് വരാനുള്ള ചാനൽസ് ഒബ്സ്ട്രക്റ്റഡ് ആണ്. വാട്ട് ഇസ് ദ റീസൺ? അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഒന്നും നമ്മൾ മേക്കപ്പും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ ഡേർട്ടും ഒക്കെ കൂടി അക്യുമുലേറ്റ് ചെയ്ത് നോട്ട് വാഷിംഗ് യുവർ ഫേസ് ഫ്രീക്വന്റ്ലി, അതെപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കണ്ടേ. അപ്പൊ അത് പോറുകൾ വന്ന് ബ്ലോക്ക്ഡ് ആവും. അപ്പൊ ഇത് വരാം. പിന്നെ ഹോർമോണൽ ചേഞ്ച്, പ്രത്യേകിച്ചും യു വുഡ് നോ, ഈ ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡും ഒന്നും നമ്മൾ കൊച്ചു കുട്ടികൾക്ക് കാണില്ലല്ലോ. തീരെ ചെറിയ കുട്ടികൾക്ക് കാണാം, അത് വേറൊരു ടൈപ്പാണ്. പക്ഷെ അല്ലാതെ ഒരു 10-12 വയസ്സ് വരെ അത് കഴിയുമ്പോഴാണ്, പ്യൂബേർട്ടി വരുമ്പോഴാണ് ഇത് കണ്ടു തുടങ്ങുന്നത്. മീനിങ് ദർ ഇസ് സ്ട്രിക്ട്ലി നല്ലൊരു ഹോർമോൺസിനൊരു റോൾ ഉണ്ട്. അപ്പൊ അങ്ങനെ ഹോർമോണൽ സമയത്ത് അങ്ങനത്തെ ടെൻഡൻസി ഉള്ളവർക്ക് ഹോർമോൺസിന്റെ ആക്ഷൻ കാരണം ഒരു ചാനൽ പോലെയാണ് ഈ പുറത്തേക്കുള്ള ഓപ്പണിങ്. അതിന്റെ ലൈനിങ് ഒക്കെ വന്ന് ക്ലോസ്ഡ് ആവാം ഈ ഹോർമോൺസിന്റെ ഇംബാലൻസ് കാരണം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വി ഹാവ് ടു ഓൾസോ വർക്ക്അപ്പ് ഇൻ ലൈൻസ് ഓഫ് എന്തെങ്കിലും, ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ PCOD ഉണ്ടോ, അമിതവണ്ണം വെക്കുന്നുണ്ടോ, അങ്ങനെ ഒരു ഹോർമോണൽ ഇംബാലൻസ് വരുന്നുണ്ടോ, ഇസ് ദാറ്റ് ദ റീസൺ? അങ്ങനെ നോക്കാം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചില പ്രോഡക്റ്റുകൾ അത് നമുക്ക് പിടിക്കാണ്ടുണ്ടാകുമ്പോൾ അതിനോടുള്ളൊരു ഇറിറ്റന്റ് റിയാക്ഷൻ പോലെ, ഇപ്പൊ എണ്ണയൊക്കെ ഭയങ്കര ഓയിലി പ്രോഡക്റ്റ് ഒക്കെ ഇട്ടാൽ ചിലർക്ക് അപ്പം വരും. പിന്നെ ഒരു കാര്യം മഞ്ഞളാണ്. മഞ്ഞൾ ഭയങ്കര ഒരു ഹോം ബേസ്ഡ് റെമഡി ആണെന്നും പറഞ്ഞ് ഒരുപാട് പേർക്ക് അത് നല്ലതാണ്. പക്ഷെ ഒത്തിരി പേർക്ക് അതുകൊണ്ട് ബ്രേക്ക് ഔട്ട്സും ഈ കോമിഡോൺസ്, ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരാം. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ വരുമ്പോൾ യു ഹാവ് ടു റിവ്യൂ വാട്ട് ഇസ് ദ റീസൺ, ഇതിലെന്താണ് റീസൺ എന്ന് നോക്കിയിട്ട് വേണം. ഓഫ്കോഴ്സ് അതിന് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അവർ ക്രീംസോ എന്താന്ന് വെച്ചാൽ അവർ പ്രിസ്ക്രൈബ് ചെയ്യും. ഇത് ഹോം റെമഡി കൊണ്ട് ക്യൂറബിൾ ആണോ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഡോക്ടറിന്റെ അടുത്ത് പോകണം? കാരണം എന്താ വെച്ചാൽ ഇതിന്റെ നേരത്തെ പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ്. നമ്മൾ കാണുമ്പോൾ അത് ബ്ലാക്ക് ഹെഡ് ആണ്, വൈറ്റ് ഹെഡ് ആണ്, പക്ഷെ കാരണം ക്യാൻ ബി മെനി തിങ്സ്. അപ്പൊ എന്താണ് കാരണം എന്നറിയാതെ ഹോം റെമഡി മാത്രം, ഇപ്പൊ സപ്പോസിങ് ഹോർമോണിന്റെ ഇംബാലൻസ് കാരണമുള്ള ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അതുമ്പോൾ എന്ത് തേച്ചിട്ടും കാര്യമില്ല. യു ഹാവ് ടു ട്രീറ്റ് ദ കോസ്. അവിടെ യു നീഡ് ടു സീക്ക് ഹെൽപ്പ്. ഇതിന്റെ ഒരു പ്രൊഫഷണലിനെ കണ്ട് എന്താണ് റീസൺ, നമ്മളും അപ്പൊ അവരുടെ കൂടെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ നോക്കണം. ചിലപ്പോൾ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്, ഇതിൽ തേക്കുന്നതായിരിക്കാം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ബെറ്റർ നോട്ട് ടു എക്സ്പെരിമെന്റ് ടു മച്ച്. എസ്പെഷ്യലി ആദ്യം ഒരു പ്രാവശ്യം എക്സ്പെരിമെന്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെയും ചെയ്യരുത്. യു ഹാവ് ടു ബെറ്റർ സീ സംബഡി. ഇപ്പൊ ഡോക്ടർ പറഞ്ഞല്ലോ മേക്കപ്പിന്റെ ഒക്കെ ഉപയോഗം. ഡോക്ടർ ഒരു ആർട്ടിസ്റ്റ് ആണ്, ഡാൻസർ ആണ്. അപ്പൊ നമ്മള് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് മേക്കപ്പ് ചെയ്യുമ്പോഴാണോ പ്രശ്നം, അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്താലും അതിന് എന്തെങ്കിലും നമുക്ക് വലിയ പ്രശ്നം വരാണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിൽ എന്താ ചെയ്യാ? മേക്കപ്പ് ചെയ്യുമ്പോൾ ആ ടെൻഡൻസി ഉള്ളവർക്ക് എനിക്ക് ഐ എക്സ്പീരിയൻസ് ഇറ്റ് പേഴ്സണലി. ഇപ്പൊ ഡോക്ടർമാരാണെങ്കിൽ ഇതൊക്കെ വരുമല്ലോ, വരാണ്ടിരിക്കില്ലല്ലോ, വരാനുള്ളതൊക്കെ വരും. ബട്ട് വാട്ട് യു കെൻ ഡു ഇസ് നമുക്ക് നോൺ കൊമിഡോണൽ മേക്കപ്പിന്റെ ക്വാളിറ്റി ശ്രദ്ധിക്കണം. അതിന്റെ കുറച്ചും കൂടി ഇപ്പൊ പല സാധനങ്ങളിലും നോൺ കൊമിഡോജനിക് എന്നൊക്കെ ലേബൽ ചെയ്യും. നോൺ കൊമിഡോജനിക് എന്ന് ഉദ്ദേശിക്കുന്ന നേരത്തെ പറഞ്ഞ ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ് അതാണ് കൊമിഡോൺ. അപ്പൊ അങ്ങനെ നമ്മുടെ പോറുകളെ ബ്ലോക്ക് ചെയ്യാത്ത തരം, കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള, ഭയങ്കര തിക്ക് ആണെങ്കിലാണ് പോയി ബ്ലോക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇറിറ്റേഷൻ വരാത്ത തരം, സ്കിന്നിനോട് വളരെ ജെന്റിൽ ആവുന്ന തരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ ലേബലിംഗ് ഒഫീഷ്യലായിട്ട് ഒരു ഏജൻസിയും കൊടുക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ USFDA അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല. ഇത് കമ്പനികൾ തന്നെ ഇടുന്നതാണ്. അപ്പൊ അവരുടെ ഇന്റേണൽ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഈ നോൺ കൊമിഡോജനിക് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവിടെ ഒരു ബ്രാൻഡിങ്ങിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കമ്പനി ആവുമ്പോൾ
അറ്റ്ലീസ്റ്റ് വി ക്യാൻ കുറച്ചും കൂടി അവരൊരു ക്വാളിറ്റി ചെക്ക് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ മേക്കപ്പ് ചൂസ് ചെയ്യാം. ഒരുപാട് നേരം ഇടാതിരിക്കുക, ഹെവി ആയിട്ട് ചെയ്യാതിരിക്കുക. ആൻഡ് ഇറ്റ്സ് എ ട്രയൽ ആൻഡ് എറർ. നമുക്ക് തന്നെ അറിയാം വാട്ട് സൂട്ട്സ് യുവർ സ്കിൻ. എപ്പോഴും ഒബ്സർവ് എന്താണ് നമുക്ക് സൂട്ട് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് ഗോ ഫോർ മെഡിക്കൽ ട്രീറ്റ്മെന്റ്. ഇൻ സ്പൈറ്റ് ഓഫ് ദിസ് നമുക്കിപ്പം ചിലപ്പോൾ മേക്കപ്പ് ഇടുമ്പോൾ മാസ്ക് ഇടുമ്പോഴും കാരണം നമ്മൾ ആ പോഴ്സിനെ നമ്മൾ അടഞ്ഞിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരാം. ഞങ്ങൾ അത് ഫേസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ യു ഒബ്സർവ്, സീക്ക് ഹെൽപ്പ്. എങ്ങനെയാണ് ടു ബെസ്റ്റ് ഡീൽ വിത്ത് ഇറ്റ് എന്നുള്ളത്. എക്സസൈസും ഫുഡൊക്കെ ഒരു പരിധി വരെ സ്കിന്നിന് തീർച്ചയായിട്ടും എക്സസൈസിനും സ്കിന്നിനും ഫുഡിനും നല്ല റോളുണ്ട് സ്കിന്നിന്റെ ഹെൽത്തിന്റെ മുകളിൽ. കാരണം ഒരു കാര്യം, സ്കിൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ഓർഗനാണ്. അത് മാത്രമല്ല അത് നമ്മുടെ ശരീരമായിട്ട് നല്ലോണം കണക്ട് ചെയ്യപ്പെട്ട, ബിക്കോസ് സ്കിൻ ഒരു കണ്ണാടി പോലെയാണ്. നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ടിരുന്നാൽ സ്കിന്നിലും അത് റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ എക്സസൈസിനുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അനവധിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ PCOD, കുരു വരുന്നു. അപ്പോൾ PCOD ഉള്ള ഒരാൾക്ക് നമ്മൾ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എക്സസൈസ്, വെയിറ്റ് റിഡക്ഷൻ ഒക്കെയാണ്. അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്തു തുടങ്ങുമ്പോൾ ആ ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റഡ് ആവും. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് സ്കിന്നിലും കാണും. അപ്പോൾ അതുകൊണ്ട് എക്സസൈസ്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ, ഫുഡ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റും നമ്മൾ പറഞ്ഞു നേരത്തെ, വിറ്റ്ലിഗോ, മുല്ലപ്പാണ്ട്, അതിലും ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് റോളുണ്ട്. പിന്നെ എക്സസൈസ് തന്നെ പറയുകയാണെങ്കിൽ സ്ട്രെസ് റിഡക്ഷനും ഉണ്ട്. എക്സസൈസിന്റെ ബെനിഫിറ്റ് ആയിട്ട് അറിയുണ്ടാവും, ഈ എൻഡോർഫിൻസ് ഒക്കെ റിലീസ് ചെയ്യും, നമ്മൾ കുറച്ചും കൂടി ഹാപ്പിയർ ആവും. അപ്പോൾ സ്ട്രെസ് കുറയും. സ്ട്രെസ് ഓൾസോ ഹാസ് എ ലോട്ട് ഓഫ് കോസ് ആൻഡ് ഇഫക്റ്റ് ഓൺ സ്കിൻ. അപ്പം സ്കിന്ന് നന്നാവാനും സ്ട്രെസ് കുറയ്ക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. കോമൺ ആയിട്ട് ആൾക്കാർക്ക് സ്കിന്ന് സാറ്റിസ്ഫൈഡ് അല്ല, അതായത് ഇപ്പോൾ സ്കിൻ ഇറിറ്റേഷൻസും ഇച്ചിങ്ങും അങ്ങനെ. ഈ സ്കിൻ അലർജി വരാൻ തന്നെ കാരണം എന്താണ്? അതും പറഞ്ഞ പോലെ വളരെ ഒരു ബ്രോഡ് ക്വസ്റ്റ്യൻ ആണ്. എവിടുത്തെ സ്കിൻ അലർജി ആണെന്നുള്ള ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഫേസിൽ അലർജി ആണെങ്കിൽ എനിക്കിപ്പോൾ കൂടുതലും തോന്നുന്നത് ആൾക്കാർക്ക് ഈ ഇൻഫർമേഷൻ കൂടിയിട്ട് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്യാമല്ലോ എന്തും. അപ്പോൾ നമുക്ക് തോന്നും അത് ചെയ്യാം, അപ്പോൾ ഇത് ചെയ്യാം, അത് ചെയ്താലോ, അപ്പോൾ ഇത് ചെയ്യാം. ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് പറയില്ലേ, ഫോമോ. ഞാൻ അത് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കെന്തോ നല്ല കാര്യം നഷ്ടമാവുകയാണോ, അപ്പം ആ പ്രൊസീജിയറും ചെയ്യാം, ഈ പ്രൊസീജിയറും ചെയ്യാം, ആ ക്രീമും തേക്കാം, ഇങ്ങനെയൊക്കെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. സ്കിൻ കെയർ റൂട്ടീൻ എന്ത് വേണം, അത് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ, ദിസ് ഇസ് വാട്ട് വി ആർ. അല്ലാതെ ഇപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു സ്കിന്നിന് നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഡോക്ടറോട് ചോദിച്ചിട്ട് വാട്ട് ഇസ് ഐഡിയൽ, എൻ്റെ ഒരു സ്കിന്നിന് എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെയുള്ള നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ഈ ലോകത്തുള്ള പ്രൊസീജിയേഴ്സും ലോകത്തുള്ള പ്രോഡക്റ്റും മൊത്തം ആകെ ഇത്രയുള്ള സ്കിന്നിൽ നമുക്ക് പറ്റില്ലല്ലോ. കൂടുതലും ഈ പ്രശ്നം കാണുന്നത് ഫേഷ്യൽ സ്കിന്നിലും ഹെയറിലുമാണ്. അപ്പോൾ അവിടെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്തോറും അലർജി വരാനുള്ള സാധ്യത കൂടും. നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് അലർജി വരാം. അത് ചിലർക്ക് ഈ എക്സിമ എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എറ്റോപിക് എക്സിമ അലർജി എന്നൊക്കെ പറയുന്നത് ചിലരൊരു ആ നേച്ചർ ഉള്ളവരുണ്ടാവും. തുമ്മലുള്ളവർ, എപ്പോഴും മൂക്ക് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്നവർ, എപ്പോഴും ഡ്രൈ സ്കിൻ ഉള്ളവർ, അങ്ങനെയുള്ളവർക്ക് സെൻസിറ്റീവ് സ്കിൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെ ഇഫ് യു ഹാവ് എ ഹിസ്റ്ററി ഓഫ് എറ്റോപി, ഈ ഇന്നേറ്റ് ആയിട്ട് അലർജിക് ടെൻഡൻസി ഉള്ളവർ മുഖത്ത് പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണം. ഡ്രൈ സ്കിൻ ഉള്ളവരും ശ്രദ്ധിക്കണം. പിന്നെ എന്തും ഒരുപാട് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കീപ് യുവർ റൂട്ടീൻ, കീപ് യുവർ പ്രോഡക്റ്റ് സിമ്പിൾ, കീപ് ഇറ്റ് ആസ് സിമ്പിൾ ആസ് പോസിബിൾ. ഇപ്പൊ തന്നെ ഒത്തിരി ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. സ്കിൻ ചാർക്കോൾ ട്രീറ്റ്മെന്റ്, ലേസർ ട്രീറ്റ്മെന്റ്, പീലിംഗ്, ബോട്ടക്സ്, അങ്ങനെ ഒത്തിരി. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് സ്കിന്നിന് എത്രത്തോളം നല്ലതാണ്? അതിലിപ്പോൾ നമുക്ക് ഓരോന്നിനെ കുറിച്ച് 1 മണിക്കൂർ പറയാനുണ്ട്. അതിനെന്തൊക്കെയാണ്, ഇപ്പോൾ ബൊട്ടോക്സ് എടുക്കുകയാണെങ്കിൽ ബൊട്ടോക്സിനെ കുറിച്ച് 1 മണിക്കൂർ പോരാ. എന്താണ് ഗുണം, ദോഷം, എവിടെയാണ് ഇൻഡിക്കേറ്റഡ്. അതുകൊണ്ട് അതെനിക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞു പോകാൻ പറ്റില്ല. വാട്ട് ഐ വുഡ് സജസ്റ്റ് ഇസ് നമുക്ക് വിശ്വാസമുള്ള ഒരു എക്സ്പേർട്ടിനെ കാണുക. എന്നിട്ട് നമ്മൾ അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് യു ക്യാൻ ഗോ ബാക്ക് ആൻഡ് റീഡ്. എന്നിട്ട് ഈ ഇൻഫർമേഷൻ വാലിഡേറ്റ് ചെയ്യണം. അല്ലാതെ ഈ നെറ്റിൽ കാണുന്നതും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് പറയുന്നതും ഇൻഫ്ലുവൻസർ പറയുന്നതും മാത്രം വെച്ചിട്ട് എല്ലാവരുടെയും കൂടെ യു ഹാവ് ടു സീ സംബഡി ഹു ഈസ് ഡൂയിങ് ഇറ്റ് വെരി വെൽ. നമുക്ക് തന്നെ വിശ്വാസമുള്ള ഒരു പ്രൊഫഷണലിനെ കാണണം. എന്നിട്ട് വേണം. പിന്നെ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ബൊട്ടോക്സ് ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കുന്നത് പ്രായമായി കഴിയുമ്പോൾ ചുളിവുകൾ നിവർത്താനാണ്. അപ്പോൾ ചുളിവ് മനുഷ്യ സഹജമാണ്. എല്ലാവരും പ്രായമാകുമ്പോൾ പണ്ടത്തെ പോലെ ഇരിക്കില്ല. പക്ഷെ ഇന്ന് വി ഹാവ് ദിസ് ഇൻക്രീസ് നീഡ് ടു ലുക്ക് ഗുഡ്. നമുക്ക് അത് കുറച്ചും കൂടി നാളത്തേക്ക് യുവത്വം നിലനിർത്താൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതിനുള്ള മീൻസും ഉണ്ട് നമുക്ക്. അപ്പോൾ ബൊട്ടോക്സ് വാട്ട് ഇറ്റ് ഡസ് ഇസ് മസിൽസിനെ പാരലൈസ്, നമ്മൾ ഇഞ്ചെക്ഷൻസ് കൊടുക്കുകയാണ്. ഇപ്പോൾ യൂഷ്വലി ഫോർഹെഡ്
ഈ കണ്ണിന്റെ സൈഡിലുള്ള ലൈൻസ്, ഇവിടുത്തെ ലൈൻസ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ മസിൽസ് ടെമ്പററിലി പാരലൈസ്ഡ് ആവുന്നു. അപ്പോൾ ചുളിവുകൾ പോകുന്നു. അതിന്റെ എഫക്റ്റ് 6 to 9 months നിൽക്കുകയുള്ളൂ. ഈ ഇഞ്ചെക്ഷൻസ് റിലേറ്റീവ്ലി കുറച്ചും കൂടി കോസ്റ്റ്ലിയാണ്. അപ്പോൾ യു ഹാവ് ടു അത് മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. യൂഷ്വലി സൈഡ് എഫക്ട്സ് കുറവാണ്. അത് മര്യാദയ്ക്ക് ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുമാതിരി ബ്ലാങ്ക് എക്സ്പ്രഷൻ വരും. നമുക്ക് ഒന്നും നമുക്ക് ഫേസ് ഡൈനമിക് ആയിരുന്നാലല്ലേ അതിനൊരു ഭംഗിയുള്ളൂ. അപ്പം ഒരു എക്സ്പ്രഷനും വരാതിരുന്നാൽ അത് ഭംഗി കുറയും. അപ്പൊ അങ്ങനെയുള്ളൊരു സൈഡ് എഫക്റ്റ് അതിന് വരാം. പിന്നെ നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം ഒരു പിരികം പൊങ്ങിപ്പോവാൻ താഴ്ന്ന, അപ്പൊ അതിന്റെ കറക്റ്റായിട്ട് ഒരു എക്സ്പേർട്ടിനെ, അങ്ങനെയാണ് ബൊട്ടോക്സ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നേരെ എന്താ പറയുന്നത്, പീലിംഗ് പല ടൈപ്പ് ഉണ്ട്. ഇപ്പൊ കുരുവുള്ളവർക്ക് അതിന്റെ പീലിംഗ് ചെയ്യാം. പിന്നെ എന്താ പറയുക, ലേസേഴ്സ് ആർ ഓൾസോ വി ഹാവ്. ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ വി ഹാവ് 7-8 ലേസേഴ്സ്, അല്ലെങ്കിൽ 5-6 ലേസേഴ്സ് ഐ വുഡ് സേ. അപ്പോൾ അത് ഹെയർ റിമൂവലിനുണ്ട്, മുടി അമിത രോമം നീക്കം ചെയ്യാൻ, പിഗ്മെന്റേഷൻ വന്നാലുള്ള ടൈപ്പ് ഉണ്ട്, മുഖക്കുരുവിന്റെ പാടുകൾ നീക്കം ചെയ്യാനുള്ളതുണ്ട്. പിന്നെ റേഡിയോ ഫ്രീക്വൻസി ലേസേഴ്സ് ഉണ്ട്. നമ്മൾ ഈ എന്താ യുവത്വം നിലനിർത്താനും കൊളാജൻ ബിൽഡ് ചെയ്യാനും ഒക്കെ ഉള്ള ടൈപ്പ് ഉണ്ട്. ഒരുപാട് ടൈപ്പ് ലേസേഴ്സ് ഉണ്ട്. അപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇൻഡിക്കേഷൻ ഇത് എല്ലാത്തിനും ഗുണമുണ്ട്. അതിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ ചെലവ്, അതിൻ്റെ ദോഷം, ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് വേണം. അല്ലാതെ നമുക്ക് ബ്ലാങ്കറ്റ് ആയിട്ട് ഇതെല്ലാം നല്ലതാണ് അല്ലെങ്കിൽ ഇതെല്ലാം ചീത്തയാണെന്ന് പറയാൻ പറ്റില്ല. ശരിയാണ്. ഡ്രൈ ലിപ്സ് അല്ലെങ്കിൽ തൊലി പറഞ്ഞു പോവാ, ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ എന്താ ചെയ്യുക? ഓഫ് കോഴ്സ് മോയ്സ്ചറൈസ് ചെയ്യാം. പിന്നെ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് നോക്കുക. ചിലപ്പോൾ ലിപ്സിന്റെ ഡ്രൈനെസ്, ചിലർക്ക് ഇന്നേറ്റ് ആയിട്ട് ഡ്രൈ ലിപ്സ് ഉള്ളവരുണ്ടാവും. സോ ദി നീഡ് ടു ഡു ഇറ്റ് മോർ ഓഫൻ. പിന്നെ ഈ കുരുവിന്റെ ചില മെഡിസിൻസ് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ലിപ്സിന്റെ ചുറ്റും ഡ്രൈ ആവുന്നതായിട്ട് കാണാറുണ്ട്. ചിലർക്ക് അസുഖത്തിന്റെ ഭാഗമായിട്ട്, ഇപ്പൊ ഒരു പനി വന്ന് മാറുമ്പോൾ യു വുഡ് ഹവ് നോട്ടിസ്ഡ് ഡ്രൈ ആയിട്ടിരിക്കാം. ചില മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഡ്രൈ ആയിട്ടിരിക്കാം. ഇഫ് യു ആർ സ്ട്രെസ്ഡ് ആൻഡ് സ്ട്രെയിൻഡ് ആൻഡ് നോട്ട് ഫീലിംഗ് വെൽ, ഡ്രൈ, ഇതൊക്കെ പെട്ടെന്ന് ബാധിക്കും. അപ്പൊ എന്താണ് അതിന് റീസൺ എന്ന് നോക്കുക. അങ്ങനെ വേറെ റീസൺ ഒന്നും കാണുന്നില്ലെങ്കിൽ ഇറ്റ്സ് ഇനഫ് ടു മോയ്സ്ചറൈസ് ഇറ്റ് മോർ ഫ്രീക്വന്റ്ലി ആൻഡ് യൂസ് എ ബെറ്റർ പ്രോഡക്റ്റ് ദാൻ വാട്ട് യു ആർ യൂസിങ് റൈറ്റ് നൗ. ഓക്കെ. എൻ്റെ പേഴ്സണൽ ആയിട്ടൊരു ഡൗട്ടും കൂടിയാണ്. അതായത് നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തായാലും സ്വെറ്റ് ആവും. പക്ഷെ നമ്മൾ ഡെയിലി ഹെയർ ഇങ്ങനെ വാഷ് ചെയ്യുമ്പോൾ അതും അത്ര കൊള്ളില്ല എന്ന് പറയും. പക്ഷെ തല വിയർത്തിട്ട് അതെങ്ങനെ, എന്താ ചെയ്യുക, അത് എങ്ങനെ മാനേജ് ചെയ്യും? അത് ഒരു കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഡൗട്ട്സ് ആണ്. ബിക്കോസ് നമ്മൾ ഈ വെസ്റ്റേൺ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഡെയിലി വാഷിംഗ് വേണ്ട, വീക്ക്ലി ട്വൈസ് അങ്ങനെയൊക്കെ മതി എന്നൊക്കെ കേൾക്കും. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണ്. നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഹ്യൂമിഡ് ആയിട്ടുള്ള കാലാവസ്ഥയാണ്. നമ്മൾ എക്സസൈസും കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു വാഷ് ഡെയിലി. അതല്ല നമ്മൾ അത്രയൊന്നും വിയർക്കാത്ത ഒരാളാണ്, അത്രയും ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല എല്ലാ ദിവസവും എന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയാലും കുഴപ്പമില്ല. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മുടെ സാഹചര്യം. അതായത് കുറച്ച് തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നവർ, നമ്മൾ ബാംഗ്ലൂരോ അവിടെയൊക്കെയാണ്, വലുതായിട്ട് സ്വെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയാലും കുഴപ്പമില്ല. ഭയങ്കര ഓയിലി സ്കാൽപ്പാണ്, എപ്പോഴും ഇങ്ങനെ എണ്ണ കിഴിഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ചും കുറച്ച് ഇച്ചിങ്ങും ഒക്കെ ഉള്ളവർ ഓൾമോസ്റ്റ് ഡെയിലി വാഷ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പം നമ്മൾ ഡെയിലി വാഷ് ചെയ്യുന്ന വെച്ചിട്ട് ഒരു എമൗണ്ട് ഓഫ് ഹെയർ ഒത്തിരി ലോസ് ആകുമോ? ഹെയർ ലോസും വാഷിങ്ങും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ, പോവാനുള്ള മുടിയാണ് നമ്മൾ കുളിക്കുമ്പോൾ പോകുന്നത്. ഓക്കെ. നമ്മൾ കുളിക്കുമ്പോൾ പോകുന്നത് ഷെഡിങ് ഫേസിലുള്ള മുടികളാണ്. അതിപ്പോൾ കുളിക്കാണ്ടിരുന്നാലും പോവും. കാരണം അവിടെ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു തരേണ്ടത് എന്താ വെച്ചാൽ, ഈ ഷെഡിങ് ഫേസിലുള്ള മുടികൾ നമ്മുടെ അതിൻ്റെ ആങ്കറിങ് നമ്മുടെ ഇപ്പോൾ സ്കാൽപ്പിൻ്റെ ഡീപ്പർ ലെയറിൽ നിന്നും മാറി അത് പൊങ്ങി 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 വന്ന് സൂപ്പർഫിഷ്യൽ ലെയറിലേക്ക് മാറും. അപ്പോൾ നമ്മൾ കുളിക്കുമ്പോഴും ചെയ്യുമ്പോഴും ബെഡിലും ഒക്കെ അങ്ങനെയുള്ളതാണ് പോകുന്നത്. അപ്പോൾ അതെന്തായാലും പോയിരിക്കും. കുളിച്ചാലും ഷവർ ചെയ്താലും ഇല്ലെങ്കിലും ഒക്കെ പോയിരിക്കും. ചില ആൾക്കാർ ഇത് പേടിച്ചിട്ട് ഷാമ്പു ഉപയോഗിക്കില്ല, ഷവർ ചെയ്യില്ല, കാരണം ഈ മുടി അതെന്തായാലും പോകാനുള്ളതാണ്. ശരിക്കുള്ള ഗ്രോത്ത് ഫേസിലുള്ള മുടികൾ ഡീപ്പായിട്ടാണ് അതിൻ്റെ ആങ്കറിങ് മീൻസ് അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുളിക്കുമ്പോഴൊന്നും അത് പോവില്ല. അപ്പം അതുമായിട്ട് ബന്ധമില്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഷവറിങ് ഇൻഫ്രീക്വൻ്റ് ആക്കാൻ പറയുന്നതെന്ന് വെച്ചാൽ, മുടി ഹൈഡ്രേറ്റ് ചെയ്യുന്തോറും, മുടി വാഷ് ചെയ്യുമ്പോൾ നനഞ്ഞ അവസ്ഥയിൽ മുടിയുടെ ഷാഫ്റ്റ് വൾണറബിൾ ആണ്, അത് വീക്ക് ആവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ നനഞ്ഞ മുടി ഉടനെ തന്നെ ചെയ്യരുത് നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഇപ്പോൾ പുറത്തുള്ള വെസ്റ്റേൺ ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ചാൽ, അവർ മുടി എപ്പോഴും വാഷ് ചെയ്യും. വാഷ് ചെയ്തിട്ട് അവർ ഡ്രയറൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഈ വാഷ്ഡ് ആയിട്ടുള്ള ഒരു ഇതും മുടി ഡാമേജ് ബ്രേക്ക് ചെയ്യാനും ഒക്കെ മോർ വൾണറബിൾ ആണ്. ഡ്രയർ ഉപയോഗിക്കുന്നതും ഒക്കെ
ഇറ്റ് മേക്സ് യുവർ ഹെയർ മോർ വൾണറബിൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ദേ ഡോണ്ട് ഡു ഇറ്റ് എവറി ഡേ, ദേ ഡു ഇറ്റ് ട്വൈസ് എ വീക്ക്, അങ്ങനെയൊക്കെ ചെയ്യുന്നു. ഇത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സോഷ്യൽ ഇതിൽ ഇപ്പോഴും അത്ര ആപ്ലിക്കബിൾ അല്ല. നമ്മൾ എയർ ഡ്രൈ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ടവൽ ഡ്രൈ ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മൾ നനഞ്ഞ മുടി ഹാൻഡിൽ ചെയ്യുമ്പോൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. ഓരോ പ്രാവശ്യവും ഷാംപൂ വീര്യം കൂടിയതൊക്കെ ഉപയോഗിക്കുന്നത് അവോയ്ഡ് ചെയ്യണം. ഡെയിലി യൂസിന് നമ്മൾ മൈൽഡർ ഷാംപൂസ് വെക്കണം. അല്ലാത്ത യൂസിന് ഭയങ്കരമായിട്ടും നമ്മൾ അഴുക്കൊക്കെ ഇരിക്കുമ്പോൾ യു കെൻ യൂസ് സ്ട്രോങ്ങർ ഷാംപൂസ്. അതങ്ങനെ നോക്കിയും കണ്ടും നമ്മൾ ഉപയോഗിക്കണം. ഓക്കെ. അതുപോലെ തന്നെ ആൾക്കാർ ഈ ക്രാഷ് ഡയറ്റ്, ഒത്തിരി ഡയറ്റ്, ഒരു മാസം ഇന്ന ഡയറ്റ്, അടുത്ത മാസം വേറെ ഡയറ്റ്, വേറൊരു വീഡിയോ ഉണ്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ ഡയറ്റ്, ഈ ഡയറ്റ് ഇങ്ങനെ എടുക്കും തോറും നമ്മുടെ ഷോർട്ട് വേ ടു ലൂസ് യുവർ ഹെയർ ആൻഡ് ഓഫ് കോഴ്സ് സ്കിൻ ഹെൽത്തിനെ അത് എഫക്ട് ചെയ്യും. അത് ഞങ്ങൾ ഒ പിയിൽ വരുന്ന ഇപ്പം ഒന്നുമില്ലെങ്കിൽ സ്കിന്നിൽ പെട്ടെന്ന് ഡാമേജ് വരുന്നവർ അല്ലെങ്കിൽ മുടി പെട്ടെന്ന് പോകുന്നവർ, അവരോട് നമ്മൾ ചോദിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ് എന്തെങ്കിലും ഡയറ്റ് എടുത്തിട്ടുണ്ടോ, സഡൻ വെയിറ്റ് ലോസ് ഉണ്ടായിട്ടുണ്ടോ. കാരണം സഡൻ വെയിറ്റ് ലോസ് എത്ര ശാസ്ത്രീയമായിട്ട് നിങ്ങൾ എടുത്തു എന്ന് പറഞ്ഞാലും ആ ഒരു 30 kg 40 kg അല്ലെങ്കിൽ 20 kg ഒക്കെ കുറയ്ക്കുമ്പോൾ ബോഡിക്ക് ഒരു സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്. സോ ദാറ്റ് ക്യാൻ ഓൾസോ റിഫ്ലക്ട് ഓൺ യുവർ ഹെയർ ലോസ് ഒക്കെ വരാം. പിന്നെ അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ എടുത്താൽ പറയുകയും വേണ്ട, ഭയങ്കരമായിട്ടുള്ള കാണാം. പിന്നെ വൺസ് യു റിക്കവർ ഫ്രം ഇറ്റ് കുറേയൊക്കെ നമുക്ക് ബ്രിങ് ഇറ്റ് ബാക്ക്. ഓക്കെ. ഞങ്ങൾക്ക് ഒത്തിരി ഇൻഫോർമേഷൻസ് ഇതിനെക്കുറിച്ച് തന്നത് ഡോക്ടറിന് ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഇത് കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഇതൊരു ന്യൂ നോളജും അവർക്ക് അത് കുറച്ചും കൂടി ഓർമ്മ വരും ഇനിയൊരു കാര്യം ചെയ്യുമ്പോൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ഇറ്റ് വാസ് എ പ്ലഷർ. എന്തെങ്കിലും ആർക്കെങ്കിലും ഇതുകൊണ്ട് കേട്ടിട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കാം. ഓക്കെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഡോക്ടർ.